ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കൊല്ലങ്കോട് പോയ വിശേഷങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ വീഡിയോസിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അതെന്താണെന്ന് കാണിക്കുന്നതെന്നറിയോ, അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ വൈബും ആ ഭംഗിയും ഒക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കുറച്ച് ഫോട്ടോസ് ഇടുന്നത്. അപ്പം നമ്മുടെ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മോ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇത് കണ്ടോ, അടിപൊളി സ്ഥലമല്ലേ. നല്ല പച്ചപ്പ് നിറഞ്ഞ പാടവും മലനിരയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തന്നെ ഇത് ആസ്വദിക്കണം. സ്കൂൾ തുറക്കാറായപ്പോഴാണ് എനിക്ക് മെല്ലെ തോന്നി തുടങ്ങിയത്, ഇങ്ങനെ ഇനി വീട്ടിലിരുന്നാൽ ശരിയാവില്ല, ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകണമെന്ന്. അപ്പോൾ കുറേ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിനകത്ത് ഇരിപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ശരിയാവില്ല. ഒന്ന് പതുക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലൊരു 2 വീലർ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളിനി പാലക്കാട് ഇരുന്ന് കൊല്ലങ്കോട് എന്ന് പറയുന്ന അത്ര അതിമനോഹരമായ ഒരു സ്ഥലം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മോനെയും കൂട്ടിയിട്ട് ഇന്ന് കൊല്ലങ്കോട് വന്നിരിക്കുകയാണ്. കൊല്ലങ്കോട് വരുന്ന വഴി ഇങ്ങനെ ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം പോയത് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഞാൻ അവിടെ പോയി എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഇതെന്താ വല്ല ഉത്സവമാണോ എന്നൊക്കെ ആയിട്ട്. അത്രയും ജനങ്ങളുണ്ടായിരുന്നു. അവിടെ ബലൂണും ഇതൊക്കെ വെക്കാൻ വെച്ച് ശരിക്കും ഒരു ഉത്സവ പ്രതീതി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ കോഴിയൊക്കെ മുറിച്ച് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ഇതൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ പിന്നെ കണ്ടോ അവിടുത്തെ ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പോകണം, അപ്പോഴാണ് ഇതിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതേ അവിടെ ആ കോഴി കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുറിക്കുന്ന ആ ഇതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേ, അവിടെ ആ ഒരു സൈഡിലും അതിൻ്റെ താഴെയും ഒക്കെ ആയിട്ട് കുറേ ഫാമിലീസ് വന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാലക്കാട്ടിലെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പല അമ്പലങ്ങളിൽ. ഈ മലയപ്പൊതി എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ റീലെടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന പോലെ ആണ് ആക്ടിങ് ഒക്കെ, പക്ഷെ അവിടെ നല്ല തിരക്ക്. അങ്ങനെ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് മെല്ലെ പതുക്കെ ഇറങ്ങി. അപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളവിടെ കുഞ്ഞു മക്കൾ ഇതിങ്ങനെ മാങ്ങയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ നെക്സ്റ്റ് പോയതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. അവിടെ പോയിട്ട് അങ്ങനെ ഒരു വീഴ്ചയൊക്കെ കിട്ടി എനിക്ക്. ഞാനൊന്ന് വീണു ആ പാറയിൽ ചെറുതായിട്ടൊന്ന്. പിന്നെ നമ്മളവിടെ നിന്ന് അധികം ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം എല്ലാവരും ഒരു എന്താ വെള്ളത്തിൽ കളിക്കുന്ന ആ ഒരു രീതിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ അധികം നിന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി. നന്നായി വിശന്നു. അപ്പം ഞാൻ നല്ലൊരു വൈബുള്ള ഒരു തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു കടയിലാണ് കയറിയത്. നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിൽ കയറണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ട് പോയത്. പക്ഷേ വിശന്ന് കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടൻ്റെ കട എത്തണ വരെയൊന്നും നമുക്ക് താങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കയറി. അമ്മ കൈകൊണ്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം പോലെ നല്ല നാടൻ ഭക്ഷണം, നല്ല സൂപ്പർ സാമ്പാറും നല്ല മീൻകറിയൊക്കെ ആയിട്ട് ലഘു ഭക്ഷണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇത് മാവിൻ തോട്ടത്തിലൂടെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ആസ്വദിച്ച് നടന്നു. അത് കഴിഞ്ഞ് മെയിൻ നമ്മുടെ സ്ഥലം കൊല്ലങ്കോട് എന്ന് പറയുന്ന കൊല്ലങ്കോടിലെ ആ മലനിരകളുടെ ആ ഭാഗമാണ് ശരിക്കും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ശരിക്കും ഒരു നാടൻ സ്ഥലം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ, ആ സമയത്ത് നല്ല മഴയായിരുന്നു. മഴയൊക്കെയുള്ള സമയത്ത് പോകണം. എൻ്റെ അമ്മോ പൊളിയാണ്, എൻ്റെ പൊളി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രസമുണ്ട്. വീണ് കൈയൊക്കെ മുറിഞ്ഞതുകൊണ്ട് അങ്ങനെ അധികമൊന്നും പിന്നെ എല്ലായിടത്തും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പ്രാവശ്യം കൂടെ കൊല്ലങ്കോട് പോയിട്ട് നല്ല അടിപൊളി ഷൂട്ടൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഇത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇതിനേക്കാളും നല്ല ഭംഗിയിലൊരു വീഡിയോയും കൂടെ വരും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു.